ഹായ് ഓൾ വെൽക്കം ബാക്ക്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഒരു വിശേഷ ദിവസങ്ങളിൽ നമുക്ക് സ്വന്തമായിട്ടൊരു കേക്ക് ചെയ്യാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ? അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ഈ ഒരു ക്ലാസ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടും എന്നാൽ നല്ല ഈസി ആയിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു വാനില കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യങ്ങളുണ്ട്, ടൂൾസിൻ്റെ ആവശ്യമുണ്ട്. ആദ്യം ഒരു ഓവൻ സെറ്റപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബേക്കിങ്ങിന് നമ്മുടെ അവൻ ഇല്ലാണ്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു അത്യാവശ്യം അടികട്ടിയുള്ള ഒരു പാത്രം ഞാൻ ബേക്കിങ്ങിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു റിങ്, ഒരു അലുമിനിയം ഫോയിൽ, പിന്നെ നമുക്ക് ബേക്കിന് വേണ്ട ടിന്ന്, ബട്ടർ പേപ്പർ. ഇത് ഇത്രയാണ് ഒരു ഓവൻ സെറ്റപ്പിന് വേണ്ടി നമുക്ക് വേണ്ടത്. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ബേക്കിംഗ് ടൂൾസ് ആണ് കേട്ടോ. അപ്പം നല്ലൊരു ബീറ്ററാണ് ആദ്യം നമുക്ക് അതിലാവശ്യം. പിന്നെ മെഷർമെൻറ്റ് കപ്പ്, മെഷർമെൻറ്റ് സ്പൂണുകൾ, ഇതൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അളവ് കറക്റ്റ് ആയില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ പെർഫെക്റ്റ് ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് വിസ്ക് വേണം, അതുപോലെ അരിക്കാനുള്ള നല്ലൊരു വലിയ അരിപ്പ, അതുപോലെ ബ്രഷ്, പിന്നെ നമുക്കൊരു സ്പാച്ചുല വടിച്ചെടുക്കാനായിട്ട് ഈ സ്പാച്ചുല നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇതൊക്കെയാണ് നമുക്ക് ഒരു ബേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൂൾസുകൾ. അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ബേക്കറി ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അതിൽ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് കാണിക്കുന്നത്. നമുക്ക് മൈദ വേണം. അത് ഇപ്പോൾ 1 kgക്ക് 1 കപ്പാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഷുഗർ ഞാൻ ഇപ്പോൾ പൊടിച്ചിട്ടില്ല, നോർമലായിട്ടുള്ള ഷുഗർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, അതുപോലെ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് കാണിക്കാൻ പോകുന്നത്. അതിന് നമുക്കൊരു 3 എഗ്ഗ് വേണം. എഗ്ഗ് ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ചതായിരിക്കില്ല, റൂം ടെമ്പറേച്ചറുള്ളതായിരിക്കണം കേട്ടോ. പിന്നെ സൺഫ്ലവർ ഓയിൽ, വെനില എസൻസ്, ബട്ടർ എസൻസ്, പിന്നെ മിൽക്ക്. ഇത് ഇത്രയാണ് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് വേണ്ടത്. ഇനി ഐസിങ് ടൂൾസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു പൈപ്പിംഗ് ബാഗ് നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ അതും വേണം. അതുപോലെ ഒരു ഐസിങ് നൈഫാണ് ഇതെടുത്തിരിക്കുന്നത്, അത് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നോസിലും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പാണ് ആവശ്യം. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു 3/4 കപ്പ് വെള്ളം ഞാനിവിടെ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പോളം ഷുഗർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ പാൽപ്പൊടി ഒരു 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് തണുപ്പിച്ചെടുത്താൽ മതി. ഷുഗർ സിറപ്പ് റെഡിയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ് വരുന്നത് മൺഡേ 12:45-നാണ്. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ്സുകൾ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.